എതിരാളികൾ ശക്തനാണോ എന്ന് നോക്കുന്നില്ല എന്ന് കാഞ്ഞിരപ്പള്ളിയിലെ UDF സ്ഥാനാർത്ഥി റോണി കെ ബേബി. മണ്ഡലത്തിലുള്ള ആളായതിനാൽ വോട്ടർമാരെ അടുത്തറിയാം. അതുകൊണ്ട് തന്നെ വിജയം ഉറപ്പാണ് എന്നും റോണി കെ ബേബി പറഞ്ഞു. കാഞ്ഞിരപ്പള്ളിയിലെയും മത്സര ചിത്രം തെളിഞ്ഞിരിക്കുകയാണ്. എന്തായാലും ഇത്തവണ UDFന് വേണ്ടി കാഞ്ഞിരപ്പള്ളിയിൽ പോരാട്ടത്തിന് ഇറങ്ങിയിരിക്കുന്നത് റോണി കെ ബേബിയാണ്. എങ്ങനെയാണ് ഈ ഒരു സ്ഥാനാർത്ഥിത്വം അവസാന നിമിഷത്തിലാണ് താങ്കളുടെ പേരിലേക്ക് എത്തിയതെന്ന് മനസ്സിലാക്കുന്നു. പ്രതീക്ഷിച്ചിരുന്നോ അവസാനം? തീർച്ചയായിട്ടും. കാരണം ആദ്യം മുതൽ തന്നെ പാർട്ടിയുടെ സമ്മതിതരായ നേതാക്കന്മാർ അവരെല്ലാവരും തന്നെ എൻ്റെ പേര് പരിഗണനയിലുണ്ട്, തങ്ങളെ പരിഗണിക്കുന്നുണ്ട്, ജയസാധ്യതയുള്ളൊരു സ്ഥാനാർത്ഥിയാണ് എന്നുള്ള കൃത്യമായ സന്ദേശം പ്രിയപ്പെട്ട നേതാക്കന്മാർ നൽകിയിരുന്നു. തീർച്ചയായിട്ടും അവരുടെ മെരിറ്റ് നോക്കി തന്നെയാണ് ബഹുമാനപ്പെട്ട AICCയുടെ പ്രസിഡന്റ് ശ്രീ മല്ലികാർജ്ജുന ഖാർഗെയുടെ പ്രത്യേക താല്പര്യത്തിൽ ആണ് എൻ്റെ പേര് വന്നത്. മെരിറ്റ് ഓൺ ദി ബേസ് ഓഫ് മെരിറ്റ്. ഒരുപാട് പേര് ആഗ്രഹിച്ച ഒരു സീറ്റാണ്. പലരും അതിനുവേണ്ടി ചില ശ്രമങ്ങളൊക്കെ നടത്തിയതായിട്ട് നമ്മൾ അറിഞ്ഞിരുന്നു. അങ്ങനെ അതൊരു വെല്ലുവിളിയാണോ? അങ്ങനെ പലരും ഒരു അതൃപ്തി പല ഭാഗങ്ങളിൽ നിന്നും വരുന്നുണ്ടെങ്കിൽ അതൊക്കെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഇല്ല, എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. കാരണം അവരെല്ലാം എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളാണ്. ഞങ്ങൾ ഒരിക്കലും ഒരു മത്സര ബുദ്ധിയോടുകൂടിയല്ല സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടി ഞങ്ങൾ ശ്രമിച്ചത്. ഞങ്ങൾ എന്നും ഈ കാഞ്ഞിരപ്പള്ളി കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിന്നും പരിഗണിക്കപ്പെട്ട പേരുകളിലുള്ള ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആശയവിനിമയം നടത്തി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്ത് അപ്പോൾ എൻ്റെ സുഹൃത്തിനാണ് കിട്ടുന്നതെങ്കിൽ ഞാൻ പൂർണ്ണമായിട്ടും അദ്ദേഹത്തെ പിന്തുണയ്ക്കും. ഇനി എനിക്കാണ് സ്ഥാനാർത്ഥിത്വമെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യും. അങ്ങനെ ഞങ്ങൾ ഓരോ ദിവസവും പരസ്പരം ചർച്ച ചെയ്ത് തന്നെയാണ് ഞങ്ങൾ വളരെ ഒരു ഹെൽത്തി ഒരു സ്പിരിറ്റിലാണ് ഞങ്ങൾ മുന്നോട്ട് പോയത്. 2 സ്ഥാനാർത്ഥികൾ ഇതിനോടകം തന്നെ പ്രചരണം ആരംഭിച്ചു കഴിഞ്ഞു. ഒന്ന് ഒരു കേന്ദ്രമന്ത്രിയാണ്, മറ്റൊന്ന് ചീഫ് വിപ്പാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ 2 സ്ഥാനാർത്ഥികളെ നോക്കിക്കാണുന്നത്? കാരണം എൻ്റെ എതിർപക്ഷത്ത് ആരുണ്ട് എന്ന് നോക്കിയല്ല എൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണം. എനിക്ക് പറയാനുള്ളത് എൻ്റെ രാഷ്ട്രീയം, എൻ്റെ മുന്നണിയുടെ രാഷ്ട്രീയം, എൻ്റെ ശൈലി, എൻ്റെ രീതി, അത് ഞാൻ ഈ നാട്ടിലെ അല്ലെങ്കിൽ കാഞ്ഞിരപ്പള്ളിയിലെ സമ്മതിദായകരുമായിട്ട് ഞാൻ കൃത്യമായി തന്നെ സംവേദിക്കുന്നുണ്ട്. അവർക്ക് എന്നെ അറിയാം. കാരണം ഞാൻ കഴിഞ്ഞ 25 വർഷമായി നിരവധി സാമൂഹ്യ വിഷയങ്ങളിൽ, അത് രാഷ്ട്രീയ വിഷയങ്ങൾ കാഞ്ഞിരപ്പള്ളി പിടിക്കുമെന്ന് തന്നെയാണ് UDF പറയുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.